മനിൽത ഇല്ലം തനൽ ഇൽമൻ ഖുലിഖ്ത ലഹു വഇൻ തനൽ ഗൈറഹു മിൻ സായിരിൻ നിഅമി മഫാത മിൻക ഇദാ നിൽതൽ ഉലൂമ വഇൻ ഫാതത് സിവാഹ ദുനാ യാ ആലിയൽ കറമി. മാനിൽത്ത, നീ എന്താടോ സമ്പാദിച്ചത്? ഇസ്തിഫാം ഇൻകാരിയ. അപ്പം നീ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഇല്ലം തനൽ ഇൽമൻ, ഇൽമിനെ നീ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ കുലിക്ക് താൻ ഇന്നെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ലഹു ഇൽമിന് വേണ്ടിയല്ലേ. അള്ളാഹുല്ലദീ ഖലഖ സബഅ സമാവാതി വമിനൽ അർളി മിസ്ലഹുന്ന തതനസ്സലു അംറു ബൈനഹുന്ന തഅലമു അന്നല്ലാഹ കുല്ലു ഷൈഇൻ ഖദീർ എന്നല്ലേ. അള്ളാഹു ഈ കാണുന്ന മുഴുവനും എന്നെയൊക്കെ പടച്ചെന്തിനാണ്? അള്ളാഹിനറിയാനല്ലേ. അങ്ങനെയുള്ള ഇൽമിനെ നീ എത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താടോ നീ എത്തിച്ചത്? ഒന്നും എത്തിച്ചിട്ടില്ല. വൈൻ തനൽ, നീ എത്തിച്ചാലും ശരി, വൈറഹോ ഇൽമല്ലാത്തതിനും മുഴുവൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ശരി, മീൻ സായിരി നിയമി, ഇൽമല്ലാത്ത എന്താ? മറ്റുള്ള എല്ലാ അനുഗ്രഹവും ഇഷ്ടംപോലെ എല്ലാവിധ അനുഗ്രഹവും നിനക്കുണ്ട്, പക്ഷേ ഇൽമിനില്ല. എന്നാ പിന്നെ നീ ഒന്നും സമ്പാദിച്ചിട്ടില്ല. നേരെ മറിച്ച് മാഫാത്തമിങ്ക, നിന്നിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതാ നിൽത്തല്ലും, വിജ്ഞാനത്തിൻ്റെ കൂമ്പാരൻ നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു നഷ്ടവും പറ്റിയിട്ടില്ല. വൈൻ ഫാത്തത്ത് സിവാഹ, ഇൽമല്ലാത്തതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ശരി, അഥവാ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും ശരി, ആരിയൽ കറമി, ബഹുമാനം ഉയർന്ന പണ്ഡിതനായ മനുഷ്യ, ദുനിയാവ് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും കിട്ടേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ലേ, ഒരു നഷ്ടവും എനിക്ക് പറ്റിയിട്ടില്ല. വല്ലിൽമു അഫ്ളലു മിൻ അഖ്ലിൻ വലൗ സബബാ ലഹു കതഫ്ളീലി ശുഹദിൻ നഹ്ലി ലന്നഹ്ലി വമൻ ലഹുൽ ഇൽമു ദു അഖ്ലിൻ വദു അഖ്ലി ദുൽ ജഹ്ലി ഇദ്ലാലഹു ഇൽമുൻ സിവൽ അഖ്ലി. വല്ലിൽമു അഫ്ളലു മിൻ അഖ്ലിൻ, ഇൽമു എന്നത്, ഇൽമു വിജ്ഞാനം എന്ന് പറയുന്ന സാധനം അഫ്ളലു മിൻ അഖ്ലിൻ, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ്. വലൗ സബബൻ ലഹു, ബുദ്ധി എന്നത് ഇൽമു ലഭിക്കാനുള്ള കാരണമാണെന്നാലും ശരി. കതഫ്ളീലി ശുഹദിൻ നഹ്ലി, തേനീച്ചയിൽ നിൽക്കുന്ന തേനിക്കല്ലേ മഹത്വമുള്ളത്, ലന്നഹ്ലി, തേനിക്കല്ലല്ലോ എന്നതുപോലെ. തേനീച്ച ഉണ്ടെങ്കിലേ തേനുണ്ടാവുള്ളൂ എന്ന് ശരിയാണ്, പക്ഷേ തേനിനല്ലേ മഹത്വം, തേനീച്ചക്കല്ലല്ലോ. വമൻ ലഹുൽ ഇൽമു ദു അഖ്ലിൻ, ഇൽമുള്ളവൻ അഖിലും കൂടിയുള്ളവനായിരിക്കും. എന്നാൽ വധു അഖിലിൻ ദുൽ ജഹ്ലി, അഖിലുണ്ട് മാത്രമുള്ളെങ്കിൽ പിന്നെ അവൻ ദുൽ ജഹ്ലി, അവൻ ജഹ്ലുടേവനാണ്, ജാഹിലാണ്. അമ്മാസം മുത്തലക്കയ, എല്ലാ ആരിവും ആക്കിലാണ് ഈ കാര്യം. ആക്കിലൊക്കെ പാടുണ്ടാവില്ല, ആരിമാവൂല. അപ്പോൾ ആക്കിലുള്ളത് കൊണ്ട് ആരിമാവൂല. ഇൽമുണ്ടെങ്കിൽ പിന്നെ ആക്കിലും കൂടിയാണ് ഈ കാര്യം. ഇത് കാരണം ലാലഹൂ, ഈ ആക്കിൽ നിക്കില്ല, ഇൽമില്ല, സിവല്ലക്കിൽ, ബുദ്ധിയല്ലാതെ മറ്റൊന്നും ഇവനിക്കില്ല, ഈ ദുൽ ജഹിലിനിക്കൈ ആയതുകൊണ്ട് ജഹുലുടേവൻ്റായ ആക്കിലിനേക്കാൾ സ്ഥാനം ആർക്കാണ്? ആലിമിനിക്കാണ് ശ്രേഷ്ഠതയുള്ളത്. ഫലാ യഗുറൻക ഇൽമുൻ അൻത തഅലമുഹു ഫല്ലിൽമു ഇൽമുൻ ഇദാ മാ സാനഹുൽ അമലു ഇന്നൽ ഗനിയ്യ ഗനിയ്യുൻ ഫീ ഗിനാഹു ഇദാ ലം യംനഅൻ സായിരൻ മിൻ ജൂദിഹിൽ ബുഖുലു. വലാ യഗുറൻക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, ഇൽമുൻ ഇൽമ്, അന്ത തഅലമുഹു, നീ ആ ഇൽമൊക്കെ കുറേ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ആ ഇൽമുകൊണ്ടൊക്കെ ഞാൻ മാസറി കഴിച്ചില്ലാവൂന്ന് വിചാരിച്ച് നടക്കണ്ട. ഫൽ ഇൽമാവും എപ്പോൾ മാത്രം? ഇതാ സാനഹുൽ അമലു, അമൽ ആ ഇൽമിനെ മഞ്ചാക്കുമ്പോൾ മാത്രം. പഠിച്ച മാതിരി നടക്കുമ്പോഴേ ഇൽമിന് മഞ്ചുള്ളൂ. ഇന്നൽ ഗനിയ്യ ഗനിയ്യുൻ, മുതലാളിയാകും എപ്പം? ഗിനാഹു, അവൻ്റെ സമ്പത്തിൽ അവൻ മുതലാളിയാകുന്ന. ഇദാലം യംനാൻ സായിരൻ, ഒരു ചോദിച്ചു വന്നവനെ ഇവൻ വിലങ്ങാത്തപ്പോൾ, മിഞ്ചൂതിഹി, ഇവന് ധർമ്മത്തിനെ തൊട്ടൽ, ബുഹുലുവിൻ്റെ പിശുക്ക് വിലങ്ങാത്തപ്പോൾ മാത്രമാണ് വനിയാവുന്നത്. അപ്പോൾ മാത്രമേ വനിയാവുള്ള. വൈനാന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാ, മതിയും തോന്നലപ്പോഴാണ്, അവനാൻ്റെ കിട്ടിയത് മറ്റേ കൊടുക്കുമ്പോഴാണ്. ഓന് കൊടുത്താൽ എൻ്റെ കജ്ജി വിചാരിച്ച് പിടിച്ചേക്കണ കാലത്തോളം ആൾ ഫക്കീറാണ്. വനിയല്ല, ആൾ ഫക്കീറാണ്. അപ്പോൾ ഇൽമാവണമെങ്കിൽ എന്ത് വേണം?
അതിനിക്ക് അമല് എന്നത് കൊണ്ട് മഞ്ചാകണം. അപ്പോഴേ എന്താവുള്ളൂ, എൽമാവുള്ളൂ. അനിയാവണമെങ്കിൽ മറ്റുള്ളവർക്കാണ് കൊടുക്കൽ തുടങ്ങണം. അപ്പോഴേ ഇപ്പം മുതലാളി ആയിട്ടുള്ളൂ. അള്ളാഹു ആലം.